ഒരു പാത്രത്തിലുണ്ടൊരു പായൽ ഉറങ്ങുന്ന രീതിയിലായിരുന്നു ഞാനും അദ്ദേഹത്തിന്റെ ഭാര്യയും. എപ്പോഴോ ഏതോ ഒരു നിമിഷത്തില് അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ ചേച്ചിക്ക് സ്വാഭാവികമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഇനി മറ്റാരെങ്കിലും പറഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ചിന്തയാണോ, അതോ ഇനി വേറെ ആരുടെങ്കിലും അസൂയാണോ, അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പൊ അത് ഉള്ളിൽ കിടന്ന് ഈ സംശയം വളർന്നു വന്നിട്ട് ആ വ്യക്തിക്ക് വല്ലാത്തൊരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടായി. ഫിലിപ്പ് മമ്പാടിന്റെ വിവാഹ ജീവിതം തകർത്തത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 5 കൊല്ലം മുമ്പേ ഫ്ലവേഴ്സ് 1 കോടി എന്ന് പറഞ്ഞ പരിപാടിയിൽ വെച്ചാണ് ശുഭ കേസ് ഭട്ട് എന്ന് പറഞ്ഞ യുവതി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇന്ന് ഫിലിപ്പ് മമ്പാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുകയാണല്ലോ. ആ സാഹചര്യത്തിലാണ് 5 വർഷം മുമ്പ് ശുഭ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വീണ്ടും ചർച്ചയായി മാറിയത്. പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ശുഭ കേസ് ഭട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ശുഭയുടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഫിലിപ്പ് മമ്പാട് അവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ശുഭ ഒരു ഹോമിയോ ഡോക്ടറാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ജോലി. ശുഭയുടേത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരാളോട് തോന്നിയ പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് നയിച്ചു. വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് ശുഭ അയാളെ കല്യാണം കഴിച്ചത്. ഒരു ഒളിച്ചോട്ടമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ആ വിവാഹ ജീവിതത്തിന് അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ മദ്യപാനമായിരുന്നു പ്രധാന പ്രശ്നം. ഈ ബന്ധത്തിൽ ശുഭയ്ക്ക് ഇരട്ട കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇതിൽ ആൺകുട്ടിക്ക് ചെറിയ തോതിൽ ഓട്ടിസത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. വിവാഹ ജീവിതത്തിൽ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശുഭ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടുകാരുടെ വഴക്കിട്ട് ഇറങ്ങി പോകുന്നതല്ല, ജീവിച്ച് കാണിക്കണമെന്നുള്ള വാശിയുണ്ടായിരുന്നു ശുഭയ്ക്ക്. എന്നാൽ അവർക്ക് അതിന് സാധിച്ചില്ല. പ്രണയമല്ല വിവാഹ ജീവിതമെന്ന് ശുഭ തിരിച്ചറിഞ്ഞ ദിനങ്ങളായിരുന്നു അത്. മദ്യപിച്ച് വന്ന ഭർത്താവ് ദേഹോപദ്രവങ്ങൾ കൂടി തുടങ്ങിയതോടെ ഇനിയും ഈ ബന്ധത്തിൽ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് ശുഭയ്ക്ക് മനസ്സിലായി. അതിനിടയിൽ ശുഭ ജീവനൊടുക്കാൻ ശ്രമിച്ചൊരു സംഭവം ഉണ്ടായി. മദ്യപിക്കുമെങ്കിലും ഇടയ്ക്ക് നല്ല സ്നേഹമായിരുന്നു ഭർത്താവിന്. അങ്ങനെ ഒരു തിരുവോണ ദിവസം ഭർത്താവ് ശുഭയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തു, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കണം. എന്നാൽ ഇങ്ങനെ പ്രോമിസ് ചെയ്ത അന്ന് ഉച്ചയ്ക്ക് തന്നെ ഇയാൾ മദ്യപിച്ച് ലക്ക് കിട്ടു വന്നു. അത് കണ്ട് ശുഭയുടെ കയ്യിൽ നിന്ന് പോയി ആകെ വഴക്കായി. എനിക്ക് മടുത്തു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ശുഭ. നീ എവിടെയെങ്കിലും പോയി ചാവടി എന്നായിരുന്നു ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മറുപടി. അങ്ങനെ മക്കളെ വീട്ടിലാക്കി ശുഭ അവിടെ നിന്നും ഇറങ്ങി. നേരെ പോയത് തിരുവനന്തപുരത്തേക്കുള്ള ഒരു കടൽപ്പാലത്തിലേക്കാണ്. കടലിൽ ചാടി മരിക്കാനായിരുന്നു ശുഭയുടെ പ്ലാൻ. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ ശുഭയുടെ അമ്മയുടെ ഫോൺ കോൾ വന്നു. ശുഭ ഫോൺ എടുത്ത് അമ്മയോട് പൊട്ടിക്കരഞ്ഞു. താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അമ്മ കുറെ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് അമ്മ വിളിച്ചതാണ് സത്യം പറഞ്ഞാൽ വഴിത്തിരിവായത്. പിന്നെ മക്കളെ കുറിച്ച് ഓർക്കുകയും കൂടി ചെയ്തപ്പോ ശുഭ ആത്മഹത്യ ചെയ്യുക എന്നുള്ള പ്ലാൻ ഉപേക്ഷിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ കുറച്ചു കാലം കൂടെ അവിടെ താമസിച്ചു. ഭർത്താവിന് ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടതോട് അവിടുന്ന് ഇറങ്ങി പോകുന്നു. അപ്പോഴേക്കും അച്ഛനും അമ്മയും മലപ്പുറത്ത് പുതിയ വീട് വെച്ചിട്ടുണ്ടായിരുന്നു. ശുഭ അവിടേക്ക് താമസം മാറി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സർക്കാർ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തു. എന്നാലും ശുഭയുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഫിലിപ്പ് മമ്പാട് ശുഭയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് ശുഭ തന്നെ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതിയെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹം വളരെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ബൈ പ്രൊഫഷണൽ. അദ്ദേഹത്തിന്റെ യങ് ഏജിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ്. അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫിലോസഫിയാണ് എക്കാലത്തും മനുഷ്യബന്ധങ്ങൾ. അതായത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും. നിഴൽ പോലെ കൂടെ കരയാനല്ലെങ്കിലും ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഒരു സുഹൃത്താണ്. അതെ, ശുഭയുടെ ദുഃഖം നിറഞ്ഞ ജീവിതത്തിലേക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കടന്നു വന്ന ആ അവതാര പിറവിയാണ് ഫിലിപ്പ് മമ്പാട്. മോട്ടിവേഷൻ സിംഗമല്ല ആള്. ശുഭയാണെങ്കിൽ നല്ല വിഷമ ഘട്ടത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. കിട്ടിയ ചാൻസിൽ ഇയാൾ ഗോൾ അടിച്ചു. പക്ഷെ വേറെ തരത്തിലുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സുഹൃത്തുക്കളായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെയാണ് ശുഭ പറയുന്നത്. അന്ന് ഡോളി ആയിരുന്നു ഫിലിപ്പിന്റെ ഭാര്യ. ഡോളിയുമായിട്ടും ശുഭ നല്ല കമ്പനിയായിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും സീന് മാറി. ഡോളിക്ക് ഇവരുടെ ബന്ധത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ശുഭ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. വാ കേട്ടോക്കാം. പക്ഷെ ആ സുഹൃത്ത് ബന്ധത്തിൽ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന കുറെ ഇൻസിഡൻസ് ഉണ്ടായി. ഒരു പ്രണയമാണോ? പ്രണയമല്ല, അല്ല. വളരെ ആത്മാർത്ഥമായിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ആൺ സുഹൃത്താണ്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലും പുറത്തും അറിയപ്പെടുന്ന വ്യക്തിയാണ്. നേതാവല്ല, പോലീസാണ്. ഞാൻ സൂക്ഷിക്കണം. നല്ലവനായ പോലീസാണ്. അതെ, വളരെ നല്ലവനായിട്ടുള്ള ഒരു പോലീസുകാരനാണ്. അവന്റെ തനി നിറം പുറത്തു വരുന്നത് വരെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ശുഭയെ ഞാൻ കുറ്റം പറയില്ല. ആട്ടിൻതോറിട്ട ചെന്നായായിരുന്നു വരുന്നത് ഇപ്പോഴല്ല എല്ലാവർക്കും മനസ്സിലായത്. തന്റെ അസാമാന്യ വാക്ചാതുര്യം കൊണ്ട് സകല ആളുകളെയും ഇവൻ പറ്റിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇവന് വേണ്ടി വാദിക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരോടൊക്കെ സഹതാപമാണ് തോന്നുന്നത്. ഫിലിപ്പ് മമ്പാടിന്റെ അടിമകളായിട്ട് എനിക്ക് അവരൊക്കെ നോക്കി കാണാൻ കഴിയും. ഇയാൾ ഭൂലോക ഉടായ്പാണെന്നതിനുള്ള അത്യാവശ്യം തെളിവുകളൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പോരാത്തതിന് ഇയാൾ പോലീസിൽ
വരെ കുറ്റം സമ്മതിച്ചതാണ്. സാധാരണ പോലെയല്ല ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയ പോലീസുകാരനും അറിയപ്പെടുന്ന ഒരാളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ അന്വേഷണം ഒക്കെ നടത്തി. ഇതൊരു ഫേക്ക് കേസ് അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇയാൾക്കെതിരെ കൂടുതൽ കേസുകൾ വരേണ്ടതാണ്. അത് എന്തുകൊണ്ട് വരുന്നില്ല എന്നത് മാത്രമാണ് എന്റെ സംശയം. എന്താണ് ശുഭക്ക് പറയാനുള്ളത്? ബാക്കിയൂടെ കേട്ടു നോക്കാം. നല്ലവനായ പോലീസാണ്, സാമൂഹ്യ പ്രവർത്തകനും ഒരു മോട്ടിവേറ്ററും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ വളരെയധികം ഞാൻ ഈ പൂജ്യത്തിൽ നിന്ന ആ ഒരു സമയത്ത് ഞാൻ എല്ലാ അർത്ഥത്തിലും മനസ്സ് ഡിപ്രഷനിലാണ്. ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യും, എന്നെ ആ ഒരു അടിത്തട്ട്, കിണറ്റിന്റെ അടിത്തട്ടിൽ കിടന്ന ഈ മനസ്സിനെ പൊക്കി കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഒരു എഫേർട്ട് എടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ എമ്പതിയോടുകൂടിയും ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് ഒന്നും അറിയാതെ നിൽക്കുന്ന എനിക്ക് അവരുടെ ഫാമിലി ആയിട്ട്, അദ്ദേഹത്തിന്റെ വൈഫും ഞാനും വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഫിലിപ്പ് വഴി അയാളുടെ ഭാര്യയായിട്ടുള്ള ഡോളിയെയും ശുഭ പരിചയപ്പെട്ടു എന്ന് മാത്രമല്ല ഇവര് നല്ല കട്ട ഫ്രണ്ട്സ് ആയി മാറി എന്നുള്ളതാണ്. അല്ലെങ്കിലും ഫിലിപ്പിന്റെ ഒരു ശൈലി ഇങ്ങനെ തന്നെയാണല്ലോ. ആരെ പരിചയപ്പെട്ടാലും ഇയാൾ പെട്ടെന്ന് തന്നെ വീട്ടുകാർക്കും അവര് പരിചയപ്പെടുത്തി കൊടുക്കും, വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകും. എന്നാൽ പിന്നെ വീട്ടുകാർക്ക് അധികം സംശയം വരില്ലല്ലോ. ശുഭയുമായി മറ്റു ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ശുഭയുടെ കാര്യത്തിലും ഇയാൾ സ്വീകരിച്ച ശൈലി ഇത് തന്നെയായിരുന്നു. ശുഭയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു നന്മമരമായിരുന്നല്ലോ. ശുഭ മാത്രമല്ല മലയാളികൾ മുഴുവനും അങ്ങനെയാണല്ലോ വിചാരിച്ചിരുന്നത്. എന്തായാലും 5 കൊല്ലം മുമ്പേ ഫിലിപ്പിനെ ഇങ്ങനെ പൊക്കി പറയുന്ന സമയത്ത് ഭാവിയിൽ ഇയാൾ ഇങ്ങനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ശുഭ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഇന്ന് ഇയാളെ കുറിച്ച് ശുഭയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. അന്ന് ഈ പ്രോഗ്രാമിന് ശേഷം ഇവരുടെ ബന്ധം എങ്ങനെയാണ് മുന്നോട്ട് പോയത്, ഡോളിയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിരുന്നോ, അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഇങ്ങനെ ചർച്ചയായ സ്ഥിതി അധികം വൈകാതെ അന്ന് പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ശുഭ തന്നെ ഒരു തുറന്നു പറച്ചിൽ നടത്താൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഫിലിപ്പിനെ വെളുപ്പിച്ചുകൊണ്ടുള്ള സംസാരം, അല്ലെങ്കിൽ ഒരു വിക്ടിമിന്റെ തുറന്നു പറച്ചിൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശുഭയിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. എന്റെ മക്കള് അങ്ങനെ ഒരു ഇവന്റിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് പിന്നെ ലഹരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും എന്റെ ഭർത്താവിനെ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പരിചയപ്പെട്ടത്. അദ്ദേഹം കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കുടുംബമൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഭയങ്കര അടുപ്പമുള്ള ഒരു ബന്ധമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഉണ്ടുരുപായിൽ ഉറങ്ങുന്ന രീതിയിലായിരുന്നു ഞാനും അദ്ദേഹത്തിന്റെ ഭാര്യയും. അതൊക്കെ തന്നെയാണ് പ്രശ്നം. എല്ലാത്തിനും ഒരു പരിധി കാണും. എത്ര വലിയ സൗഹൃദമാണെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുമ്പോൾ ഏതൊരു ഭാര്യയും അതിനെ സംശയത്തോടു കൂടി മാത്രമേ കാണത്തുള്ളൂ. പുറമെ അവർ നല്ല സൗഹൃദം കാണിക്കുമെങ്കിലും ഉള്ളിലൊരു ചെറിയ ഡൗട്ട് എപ്പോഴും ഉണ്ടാകും. ആ ബന്ധം ഒരു പരിധി വിട്ടു പോകുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതോടെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന 2 പേരുടെ ഇടയിലേക്ക് മറ്റൊരു സ്ത്രീയോ പുരുഷനോ കടന്നു വരുമ്പോൾ അവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരേ പായൽ കിടന്നു ഒരേ പായൽ ഉണ്ടെന്ന് അത്രയും വലിയ സൗഹൃദമായിരുന്നു ഡോളിയുമായി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്നിട്ടും പിന്നീട് ആ കുടുംബം തന്നെ തകരുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ. അതാണ് എല്ലാത്തിനും ഒരു പരിധി വെക്കണമെന്ന് പറയുന്നത്. ബാക്കിയാണ് നോക്കാം. എപ്പോഴോ ഏതോ ഒരു നിമിഷത്തില് അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ ചേച്ചിക്ക് സ്വാഭാവികമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഇനി മറ്റാരെങ്കിലും പറഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ചിന്തയാണോ അതോ ഇനി വേറെ ആരുടെങ്കിലും അസൂയാണോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. അസൂയ എന്നാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഡോളി തന്റെ ഭർത്താവിന്റെ ഉടായ്പകളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇയാൾക്ക് വേറെയും സ്ത്രീകളുമായ ബന്ധമുണ്ടെന്ന് ആ സമയത്തായിരിക്കും അവര് റിയലൈസ് ചെയ്തത്. ചിലപ്പോൾ ശുഭയെ പോലെ നല്ലൊരു സുഹൃത്തായി വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന മറ്റൊരു സ്ത്രീയുമായി ഇയാൾക്ക് ഇതുപോലെ വൈവിട്ട ബന്ധമുണ്ടെന്ന് ഡോളി കണ്ടെത്തി കാണും. സോ ഫിലിപ്പിന് ശുഭയുമായും അങ്ങനെ ഒരു ബന്ധമായിരിക്കുമെന്ന് ഡോളി വിചാരിച്ചു കാണണം. അതായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. ബാക്കിയാണ് നോക്കാം. അപ്പൊ അത് ഉള്ളിൽ കിടന്ന് ഈ സംശയം വളർന്നു വന്നിട്ട് ആ വ്യക്തിക്ക് വല്ലാത്തൊരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടായി. അവർ തമ്മിൽ വഴക്ക്, ഞാനുമായിട്ട് വഴക്ക്. അപ്പൊ അതൊക്കെ കേട്ടപ്പം എനിക്ക് വല്ലാത്തൊരു ഷോക്കായി. ഇങ്ങനെയൊക്കെ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ എന്റെ ഭർത്താവിനോട്, അതായത് ഞാനും അദ്ദേഹം തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഏറ്റവും അടുത്ത് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയത്. ഇപ്പോഴും അവർ തമ്മിലൊരു അകൽച്ചയുണ്ട്. ഈ കേസും മറ്റ് പല കാര്യങ്ങളുമായിട്ട് ഇത്. അപ്പൊ അന്ന് തൊട്ടേ ഫിലിപ്പും ഡോളിയും തമ്മിൽ അകൽച്ചയിലാണ്. അതായത് 2021 അവസാനത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ആ സമയത്ത് തന്നെ ഡോളിയും ഫിലിപ്പും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കേവലം ശുഭയുമായിട്ടുള്ള ഫിലിപ്പിന്റെ ബന്ധം കൊണ്ട് മാത്രമല്ല മറ്റു പല വിഷയങ്ങളും കാരണമായിട്ടുണ്ടായിരുന്നു എന്ന് ശുഭ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോളി തന്നെ ഭർത്താവിന്റെ ഉടായ്പകൾ ഓരോന്നോരോന്നായി പൊക്കിയ സമയത്തായിരിക്കണം. അതായിരിക്കണം മറ്റു ചില വിഷയങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ശുഭ ഉദ്ദേശിച്ചത്. എന്തായാലും 2022 തൊട്ടേ ഡോളിയും ഫിലിപ്പും പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നും പിന്നീട് 2024 ഇവർ ഡിവേഴ്സ് ആയെന്നും നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് സത്യമായി എന്നുള്ളത് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി കാണല്ലോ അല്ലെ. ഇങ്ങനെ 2022 തൊട്ടേ പിരിഞ്ഞ് ജീവിക്കുന്ന ഇതേ ഡോളി തന്നെയാണ് ഫിലിപ്പ് അറസ്റ്റിലായ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുടുംബം ഫിലിപ്പിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞു വന്നതെന്ന് ഓർക്കണം. അത് വെറും ഉടായ്പാണെന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ്. ഇവര് തമ്മിൽ എന്നോ അടിച്ച് പിരിഞ്ഞതാണ്. ഇപ്പൊ ആളുകളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഡോളി ഇറക്കിക്കൊണ്ടുള്ള ചീപ്പ് കളി ഫിലിപ്പ് കളിച്ചതെന്നും നമ്മൾ അന്നേ പറഞ്ഞതാണ്. അതിനുവേണ്ടി അത്യാവശ്യം ഇയാൾ പൈസ ഇറക്കിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ബാക്കിയുടെ ഉണ്ടോ ഈ പ്രോഗ്രാം കൊണ്ട് ആ തെറ്റിദ്ധാരണ മാറണം. അവര് ഭർത്താവും ഭാര്യയും മക്കളും സന്തോഷമായിട്ട് കഴിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം
അവര് ഇനിയും അതേപോലെ ചിരിച്ച് കളിച്ച് വളരെ ഹാപ്പി ആയിട്ട് വളരെ സോഷ്യലായിട്ട് അവർ ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ഏറ്റവും അങ്ങനെ കൂടുതൽ ഉണ്ടായാൽ വളരെ നല്ലത്. പക്ഷേ താങ്കളോടുള്ള സംശയത്തിന്റെ തീവ്രത ഇതോടെ കുറയും. പറഞ്ഞു. ഈ പ്രോഗ്രാമിന് ശേഷം സംശയത്തിന് തീവ്രത കുറഞ്ഞോ ഇല്ലേ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, ഫിലിപ്പിന്റെയും ഡോളിയുടെയും വിവാഹ ജീവിതത്തിൽ എന്നേക്കുമായി വിള്ളൽ വീണിരുന്നു. അതൊരു പക്ഷേ ശുഭ കാരണം മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ശുഭ വിശ്വസിച്ചിരുന്നതെങ്കിൽ പോലും അത് മാത്രമായിരിക്കാൻ സാധ്യതയില്ല. ശുഭയേക്കാൾ വലിയ ബോംബ് ആ കുടുംബത്തിൽ വീണിട്ടുണ്ടാവണം. ആ കൂട്ടത്തിൽ ശുഭ ഒരു കാരണമായി മാറിയെന്ന് മാത്രം. എന്തായാലും ഇവനെ പോലുള്ള നന്മമരങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നന്നായി സംസാരിക്കുന്ന, വാക്ചാതുര്യം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്ന മിക്ക ആളുകളും ഏറ്റവും വലിയ ഉടായ്പകളാണെന്ന് ഓരോ ദിവസം കഴിയുന്തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ശുഭ കേസ് ബട്ട് പ്രതികരണവുമായി രംഗത്ത് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.